കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് അതിൻ്റെ 2-ാം ദിവസമാണ്. ഇന്നത്തെ ദിവസത്തെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു സൈലൻറ്റ് ദിവസം എന്നാണ്. ആദ്യത്തെ ദിവസം ക്രൂസിഫിക്കേഷൻ, അത് ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ശനിയാഴ്ച. ഇന്ന് ഒരു അനക്കവും ആരുടെ ഭാഗത്തുനിന്നുമില്ല. 3-ാം ദിവസമാണ് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത്, നാളെ. ഇന്നത്തെ ദിവസം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെയുള്ള മനുഷ്യർക്ക് എല്ലാവരുടെയും മനസ്സിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ള ഒരു ദിവസമാണിന്ന്. എന്താണ് സംഭവിച്ചതെന്ന് പലരും സംശയിച്ചും ഭയപ്പെട്ടും ഇരിക്കുന്നു. അതിലെത്ര പേർക്ക് കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു 3-ാമത്തെ ദിവസമുണ്ട്, അത് നാളെ വരാൻ പോകുന്നത്. ആ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ ദിവസമാണ് എല്ലാ പ്രത്യാശയുടെയും ദിവസം. അതാണ് കർത്താവിൻ്റെ വിശ്വസ്തതയെ കാണിക്കുന്ന ദിവസം. കാരണം ആദ്യത്തെ ദിവസം, വെള്ളിയാഴ്ച ദിവസം, കർത്താവിൻ്റെ ക്രൂസിഫിക്കേഷൻ കഴിഞ്ഞു. ആ ദിവസത്തെ 2-ാമത്തെ ദിവസമായപ്പോഴത്തെ ആൾക്കാരുടെ വിശ്വാസവും പോയി. അവരല്പമൊക്കെ നിരാശയിലൊക്കെ ആയിരുന്നിരിക്കാം. അവർക്ക് മനസ്സിൽ തന്നെ സംശയങ്ങൾ തോന്നിയിരിക്കാം. കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി നടക്കുമോ? അത്ര ഷുവർട്ടി ഒന്നുമില്ലാതെ അവർ ബലഹീനരായി എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്താണ് 3-ാമത്തെ ദിവസം വന്നതും കർത്താവ് ഉയർത്തെഴുന്നേറ്റതും. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കർത്താവ് എത്ര വിശ്വസ്തനാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയാണ് ആ 2-ാമത്തെ ദിവസം കഴിഞ്ഞുള്ള 3-ാമത്തെ ദിവസത്തിലേക്കുള്ള പ്രവേശനം. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റും. കാരണം നമ്മൾ മറന്നാലും, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം മറക്കത്തുമില്ല, ദൈവം അവിശ്വസ്തരാകത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ശനിയാഴ്ച ദിവസം വിഷമിക്കേണ്ട ആവശ്യമില്ല. ശനിയാഴ്ച ദിവസം കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കേണ്ട ദിവസമാണ്, ഉറയ്ക്കേണ്ട ദിവസം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരു വാക്യം വായിച്ച് നമുക്ക് ഇന്നത്തെ മെസ്സേജ് തുടങ്ങാം. ഒരു ചെറിയ മെസ്സേജ്. അതിനായിട്ട് നമുക്ക് യെരമ്യാവിൻ്റെ പുസ്തകം, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. യെരമ്യാവിൻ്റെ പുസ്തകം 29:11 നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു വചനമാണ്, നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു വചനമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇംഗ്ലീഷിൽ, For I know the thoughts that I think toward you, says the Lord, thoughts of peace and not of evil, to give you an expected end. An expected end. നമ്മൾ പ്രത്യാശിക്കുന്ന, ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എൻഡുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ ആ യേശുക്രിസ്തുവിലൂടെ നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ മുതൽ നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയുണ്ട്. ആ ശുഭഭാവിയിലാണ് നമ്മൾ ഇന്നത്തെ ദിവസങ്ങളെല്ലാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ എക്സ്പെക്റ്റഡ് എൻഡ് കർത്താവിൻ്റെ വിശ്വസ്തയിൽ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. എന്താ ഈ പ്രത്യാശിക്കുന്ന ശുഭഭാവി? വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് എൻഡ്? നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി എന്താ? അത് അല്ലെങ്കിൽ ഫിലിപ്പിയർ 3:14 ഓക്കെ. യെസ്, അവിടെ എഴുതിയിരിക്കുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അവിടെ ഒരു വേർഡുണ്ട്, പരമവിളി. അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഹൈ കോളിംഗ് എന്നാണ്. ഐ പ്രസ് ടുവേർഡ്
the mark of the price of the high calling of God in Christ Jesus. In fact, it is the highest calling. ഓക്കെ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പരമവിളി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഹൈ സ്റ്റാൻഡേർഡുള്ള ഒരു വിളിയില്ല. എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും, അത് ആ സാധാരണ മനുഷ്യരല്ല, ദൈവമക്കളെ ഇപ്പം നമ്മളെ എല്ലാം ദൈവം വിളിച്ചു. ആ വിളിയിൽ ഏറ്റവും ഉന്നതമായ ഒരു വിളി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത് ദൈവം നമ്മളെ വിളിച്ച വിളിയാണ്. ഈ ലോകത്തിൽ നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ, പലതരത്തിലുള്ള അപ്പോയിൻമെൻറ്റ്സ് വരുമ്പോൾ, നമ്മളെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മളെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് കോള് വരാറുണ്ട്. പക്ഷേ ആ കോള് നമുക്ക് തരാൻ പോകുന്ന ഒരു പോസ്റ്റിനെ ആസ്പദമാക്കി ആയിരിക്കും ആ ഇൻവിറ്റേഷൻ ലെറ്റർ വരുന്നത്. അതാ കോളെന്ന് പറയുന്നത്. ആ കോളിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഭൂമിയിൽ നമുക്കിനി എത്ര ഹൈ പോസ്റ്റിലേക്കുള്ള ഒരു കോള് വന്നെന്ന് പറഞ്ഞാലും ദൈവം നമുക്കൊരു കോൾ ഇട്ടിട്ടുണ്ട്, നമ്മളെ വിളിച്ചിട്ടുണ്ട്. ആ വിളിയുടെ അപ്പോൾ അടുത്തെങ്ങാനും ഈ കോൾ വരാൻ പറ്റുമോ? ഭൂമിയിലുള്ള കോള് എന്തിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ മക്കളാകാൻ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകാൻ. നമ്മൾ ഭൂമിയിലുള്ള സ്റ്റാൻഡേർഡ് വെച്ച് ഉള്ള, ഭൂമിയിലുള്ള കോളിങ്ങിൻ്റെ ഒക്കെ ഉള്ള സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ കോളിങ്ങിൻ്റെ സ്റ്റാൻഡേർഡിനെ കമ്പയർ ചെയ്താൽ ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ കോളിൻ്റെ ആ ഉന്നത നിലവാരം എത്ര ഭയങ്കരമാണ്, എത്ര ഉയർന്നതാണെന്ന്. പ്രൈസ്. അതുകൊണ്ടാണ് അതിനിരിക്കുന്നത് ഹൈ കോളിംഗ്, ദ ഹയസ്റ്റ് കോളിംഗ് വിച്ച് എനിബഡി ക്യാൻ എക്സ്പെക്ട്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് കോളിങ്ങിലേക്കാണ് നിങ്ങളെ എന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഓർക്കണം, നമ്മളെ ദൈവം വിളിച്ചതാണ്. ആ ഒരു പോയിൻ്റാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ കർത്താവിൽ ഇവിടെ വന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നത്, നമ്മൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, കൂട്ടായ്മയിൽ ഇരിക്കുന്നത്, ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ദൈവമക്കൾക്ക് വേണ്ടിയിട്ട്. അല്ലാതെ മനുഷ്യരാരും അവരുടെ തോട്ട്സിൽ വന്നതോ അവരുടെ വിചാരങ്ങളിൽ വന്നതൊന്നും അല്ല. ദൈവത്തിനൊരു വലിയ പദ്ധതി, ദൈവത്തിൻ്റെ മനസ്സിൽ വലിയൊരു പ്രോജക്റ്റുണ്ട്. ആ പ്രോജക്റ്റിലുള്ള ഏറ്റവും മെയിനായിട്ടുള്ള രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നതാണ് സ്വർഗം, അത് ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയും. രണ്ടാമത്തെ സ്വർഗരാജ്യം, അതായത് ദൈവത്തിൻ്റെ സ്വർഗത്താൽ ഭരിക്കപ്പെടുന്ന രാജ്യം. ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻസ്. അപ്പോൾ ആ പ്ലാന് പൂർത്തീകരണത്തിൽ എത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ നമ്മളും വേണം. അത് ഇവിടെ വെച്ചും വേണം, വരുന്ന കാലത്ത് സ്വർഗരാജ്യ ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്തും അതിനും വേണം. കാരണം ഇവിടെ വെച്ചും ആ സ്വർഗരാജ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളെയും ഒരുക്കാനും അതിനുള്ള ദൈവമക്കളെ ഒരുക്കുന്നതിലുമൊക്കെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവത്തിന് കൂട്ടുവേലക്കാരെ ആവശ്യമുണ്ട്. ആ കൂട്ടുവേലക്കാരുടെ ജോലി കൂടാണിപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്ന് ചെയ്യുന്നത്. ഒരു വലിയ കോളിംഗ് ആണത്. പക്ഷേ അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള കോള്. അതിൻ്റെ കൂടെ തന്നെ ദൈവത്തിൻ്റെ ആ മാസ്റ്റർ പ്രോജക്റ്റിലേക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു കോവർക്കർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ കൂട്ടുവേലക്കാർ എന്നുള്ള നിലയിൽ നിൽക്കാനും കൂടെയുള്ള ഒരു കോളിംഗ് ആണ് നമുക്കുള്ളത്. നമ്മളൊരു രീതിയിലൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ എന്തൊരു ഏത് തരത്തിലുള്ള ഒരു ഓണറിങ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കോളിങ്ങിനെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള വില, അതിനുള്ള ഇമ്പോർട്ടൻസ്, അതിനുള്ള ഡിഗ്നിറ്റി അത് നമ്മൾ കൊടുക്കുകയും അതനുസരിച്ച് നമ്മളെ തന്നെ ആ കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ 1-2 പേരുടെ പേര് നമുക്ക് പറയാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം എബ്രായ ലേഖനം, അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി, ബുക്ക് ഓഫ് ആക്ട്സ്, ആക്ട്സ് 7:2-3 ഒന്ന് വായിക്കാം. 7:2-3. ഇത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് നിങ്ങളത് നോട്ട് ചെയ്തിടണം. അപ്പോസ്തല പ്രവൃത്തി 7:2-3. അവിടെ ഞാനതൊന്ന് വായിക്കാം. ഓക്കെ, അത് ഒന്നോട്ട് വായിക്കാം. ഇതുള്ളത് തന്നെ ഒന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് സ്റ്റെഫാനോസിൻ്റെ സ്പീച്ചാണിത്.
സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നല്ലോ. സ്റ്റെഫാനോ അതിന് മുമ്പ് സ്റ്റെഫാനോസ് കൊടുത്ത ആ സ്പീച്ചാണ് ബൈബിൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സ്പീച്ചാണിത്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് സ്റ്റെഫാനോസ് പ്രസംഗിക്കുന്ന ഭാഗത്ത് സ്റ്റെഫാനോസിൻ്റെ ചില വാക്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്തൂടെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. സ്റ്റെഫാനോസിൻ്റെ വാക്കുകളാണിത്. കേൾപ്പിൻ, നമ്മുടെ പിതാവായ എബ്രഹാം. ഈ ഭാഗം നിങ്ങൾ എൻ്റെ ഒരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾ എടുക്കുക. അതായത് നമ്മുടെ പിതാവായ എബ്രഹാം, അതായത് എബ്രഹാമിൻ്റെ കോള്. നമ്മൾ ബൈബിളിൽ ദൈവിക പദ്ധതി ദൈവം തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന കോള് അബ്രഹാമിൻ്റെ കോളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ കോളിങ്. അല്ലാതെ നോഹയൊക്കെ ദൈവം വിളിച്ചിട്ടുണ്ട്, പെട്ടകം പണിയുന്നതിനൊക്കെ അവിടെയും നോഹയെ ദൈവമാണ് വിളിച്ചത്. അല്ലാതെ നോഹ അങ്ങോട്ട് കയറി ചെല്ലുന്നതൊന്നുമല്ല. ആ രീതി ചെയ്യണം, എങ്ങനെ ചെയ്യേണ്ടത് വിളിക്കുക മാത്രമല്ല, അത് ചെയ്യേണ്ട രീതിയും ദൈവം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ദൈവത്തിന് വേണ്ടവരെ ദൈവം വിളിക്കും. ദൈവമാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ വിളിച്ചത് നമ്മുടെ വിളിയെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പം നമ്മുടെ വിളി എന്ന് പറയുന്നത് നമ്മൾ കയറി വന്നവരല്ല. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും, ഇങ്ങനെ ദൈവിക പദ്ധതി ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ദൈവം ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ദൈവം നമ്മുടെ മുൻപിൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയതും അങ്ങനെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിയും ദൈവത്തെ സ്വീകരിച്ചു. പിന്നെ ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ ചേർത്തതും അതറിയാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ദൈവജ്ഞാനം എല്ലാം തന്നതുമെല്ലാം അതാണ്. അപ്പം നമ്മളിപ്പോൾ ദൈവം പറയുന്ന അർത്ഥം, എൻ്റെ പദ്ധതിയിൽ, ഞാൻ വലിയ പദ്ധതി ഉദ്ദേശിക്കുന്ന സ്വർഗരാജ്യം എന്ന പദ്ധതിയിൽ ഞാൻ വിളിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും ആദ്യം ഞാൻ പ്രവൃത്തി തുടങ്ങിയത് അബ്രഹാമിൽ കൂടെയാണ്. അത് എവിടെ വെച്ചാണെന്നുള്ളത് ഇവിടെ നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി തരുന്നത്. അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്യാമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമാനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക. അപ്പോൾ അബ്രഹാമിൻ്റെ ആദ്യത്തെ വ്യക്തി അബ്രഹാം ആണെങ്കിൽ ആ അബ്രഹാമിനെ വിളിച്ച സ്ഥലം എവിടെ നിന്നാണ്? മെസപ്പൊത്യാമയിൽ നിന്നാണ്. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ തുടക്ക ഭാഗത്തു നിന്ന് കാണുമ്പോൾ നമ്മൾ വായിക്കുന്ന ആ വിളി. അതവിടെ എഴുതിയിരിക്കുന്ന 12-ന്റെ 1-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു. ഇവിടെ വെച്ചാണ് നമ്മൾ ബൈബിൾ തുടക്കം തൊട്ട് വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചത് കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് സന്ദേശങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കോളിങ്ങിൻ്റെ കാര്യം മാത്രമാണ് ഇന്നത്തെ മെസ്സേജിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വളരെ മഹത്വമേറിയ ചില സന്ദേശങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഏറ്റവും ആദ്യം ദൈവിക പദ്ധതി തുടങ്ങിയപ്പോൾ ദൈവം ആദ്യം വിളിച്ച വ്യക്തി, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത അബ്രഹാം എന്ന വ്യക്തി, അത് ദൈവത്താലുള്ള വിളിയിൽ തുടങ്ങിയതാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ പോയിൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആ വിളിയുടെ ജ്ഞാനത്തെക്കുറിച്ച്, ആ വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ചതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബുദ്ധിയെക്കുറിച്ച്, യോഗ്യതയെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. കാരണം എന്നറിയാമോ, അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിന് 75 വയസ്സുണ്ട്. മനസ്സിലായോ? അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. അബ്രഹാമിനും സാറായ്ക്കും കുഞ്ഞുങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ വലിയ സ്വർഗരാജ്യം സ്ഥാപിക്കാനും അതുപോലെ നക്ഷത്രത്തെ പോലെ കുഞ്ഞുങ്ങൾ വേണമെന്നൊക്കെ, മക്കളുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു പോലും അബ്രഹാമിനില്ല. 75 വയസ്സുമായി. ആ അബ്രഹാമിനെ ദൈവിക പദ്ധതിയിലേക്ക് വിളിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് ജ്ഞാനത്തിൽ വെച്ച് നമ്മളൊരിക്കലും അങ്ങനെ വിളിക്കത്തില്ല. നമ്മൾ വിളിക്കുന്നെങ്കിൽ നല്ല ചെറുപ്പക്കാരെയും ആരോഗ്യമുള്ളവരെയും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പോകാമെന്നുള്ളവർ. അതാണ് ദൈവത്തിൻ്റെ രീതി. ദൈവം വിളിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ അവസ്ഥയോ ആ വ്യക്തിക്ക് എന്ത് യോഗ്യതയുണ്ടെന്നോ അതുകൊണ്ട് കഴിയുമോ എന്നൊന്നും നോക്കിയല്ല. അവിടെ നോക്കുന്നത് യോഗ്യതയില്ലാത്ത വ്യക്തിയെ നമുക്ക് തോന്നിയാലും ആ വ്യക്തിയെ ദൈവത്തിന് തൻ്റെ ശക്തി കൊണ്ട് യോഗ്യതയുള്ളതാക്കി തീർക്കാൻ പറ്റും. അത് പ്രൂവ് ചെയ്യാനാണ് ദൈവം അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല
എൻ്റെ ആത്മാവിനാൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ദൈവം ദൈവിക പദ്ധതി ദൈവത്തിൻ്റെ ആത്മാവിനാൽ അബ്രഹാമിൽ കൂടെ തുടങ്ങുന്നത്. ഇപ്പം ഞാനിവിടെ പറഞ്ഞ ഈ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം ആരെ സെലക്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ദൈവം ആരെ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം ദൈവത്താൽ സെലക്ട് ചെയ്തവർ മാത്രമേ. ഇനി വേറെ ഒരു ഉദാഹരണം പറയാൻ, ഇപ്പം ജെറമ്യാ നിങ്ങൾ എടുക്കണമെന്നില്ല, ജെറമ്യാവിൻ്റെ പുസ്തകം വേണമെങ്കിൽ എടുത്തോ. ജെറമ്യാ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ജെറമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വായിക്കുന്നു. ജെറമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ശ്രദ്ധിക്കണം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ, അതായത് നീ എന്ന് പറയുന്ന വ്യക്തി ഇവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പം ജെറമ്യാ ജനിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ ജെറമ്യാ ജനിച്ച് വളർന്നപ്പോൾ അവന് പറയാണ്, നിന്നെ ഞാൻ ഇന്നല്ല കാണുന്നത്, നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരുന്നു. പിന്നീടാണ് ജെറമ്യാ എന്ന പ്രവാചകൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നത്, അവൻ്റെ പ്രവാചക ശുശ്രൂഷയൊക്കെ നമ്മൾ കാണുന്നത്. ആ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി തനിക്ക് ഒരു വേല ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നതല്ല. ആ വിളി ആര് ചെയ്തതാ? ദൈവം വിളിച്ചതാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ദൈവപ്രവൃത്തി നമുക്ക് മനസ്സിൽ ചെയ്യണമെന്ന് നമുക്ക് തോന്നിയാൽ അത് ദൈവമാണ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത്. ആ വ്യക്തിയെ ദൈവമാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം. എനിക്ക് തോന്നി ചെയ്യുന്നതല്ല, എൻ്റെ ഇഷ്ടപ്പെട്ട് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതല്ല. പിന്നെയോ ദൈവം എന്നെ വിളിച്ചു, ദൈവത്തിന് എന്നെ വേണമായിരുന്നു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അങ്ങനെ ദൈവം എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എന്നെ വിളിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഇതിനകത്ത് വന്ന് ചേർന്നതെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് തുടങ്ങാം. ഇനി മറ്റൊരാളുടെ കാര്യം കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കണ്ട, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുന്നുണ്ടേ. പത്രോസ്, യോഹന്നാന്, ജെയിംസ്, യാക്കോബ്, ഇങ്ങനെയുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാർ നോക്കുമ്പോൾ നമ്മളെല്ലാവരെയും കർത്താവ് പോയി വിളിച്ചവരാണ്. പത്രോസിനെ വിളിച്ചപ്പോഴാണെങ്കിൽ പത്രോസ് ശീമോൻ എന്നായിരുന്നു പേര്, അല്ലേ? പടയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന കർത്താവ് അവനെ വിളിക്കുന്നത്. അപ്പോൾ അവനെ വിളിക്കുന്നത് യേശുക്രിസ്തു അവിടെ ചെന്നാണ് വിളിക്കുന്നത്. അതുപോലെ തോമസിനെ വിളിക്കുമ്പോൾ തോമസ് എവിടെ ഇരിക്കുമായിരുന്നു? ചുങ്കസ്ഥലത്തിരിക്കുമായിരുന്നു. മത്തായി ചുങ്കസ്ഥലത്തിരിക്കുമായിരുന്നു. ആ ചുങ്കസ്ഥലത്തു നിന്നാണ് മത്തായിയെ ദൈവം വിളിച്ചത്, കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ തിരുവചനത്തിൽ ഏത് വചനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഏത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആരെ നോക്കിക്കഴിഞ്ഞാലും അവരെയെല്ലാം ദൈവം വിളിച്ചതാണ്, അല്ലേ? ഇനി വേറെ ഒരു കേസ് നിങ്ങൾക്ക് പറയാം. ശൗലിനെ, ഇസ്രായേലിനൊരു മറ്റുള്ള രാജ്യക്കാരെ പോലെ ഒരു രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് നിർബന്ധിച്ചപ്പം ദൈവത്തിന് ഇഷ്ടമല്ലാഞ്ഞിട്ടും അവർക്ക് കൊള്ളാവുന്ന പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് ശൗലിനെ അഭിഷേകം ചെയ്തു. പക്ഷേ ശൗൽ ഒരു സക്സസ് ആയിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്നത് ദൈവത്താൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടായ കാര്യവുമല്ല. എന്നിട്ട് അവർക്ക് തന്നെ തെളിവായി വന്നു അവരുടെ തരത്തിലുള്ള തിരഞ്ഞെടുപ്പൊന്നും ശരിയാകത്തില്ലെന്ന്. എന്നാൽ ദൈവം അത് കഴിഞ്ഞ ഒരാളെ തിരഞ്ഞെടുത്തു. ശൗലിന് ശേഷം ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു. അതേ ശൗലിന് ശേഷം ദാവീദ്. ആ ദാവീദിനെ കുറിച്ച് പറയുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതിനുശേഷം ഏറ്റവും അവസാനം പറയുന്നത് നിൻ്റെ സിംഹാസനത്തിൽ നിന്ന് രാജ്യത്ത് ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല, നിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ളവരെ കാണും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം തിരഞ്ഞെടുത്താൽ അതൊരിക്കലും തെറ്റിപ്പോകത്തില്ല. ദൈവത്തിൻ്റെ വെളിയിലൂടെ വരുന്നതെങ്കിൽ അതിനെ ദൈവം അന്ത്യവരത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരിലും ദൈവത്തിൻ്റെ വെളിയുണ്ട്. അപ്പം ഞാനീ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ നമുക്കൊരു ഉറപ്പ് വേണം. ഞാൻ ഈ ഒരു കാര്യത്തിൽ വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിൽ വന്നത് അത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത കാര്യമല്ല, എന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഇത്ര വലിയൊരു യോഗ്യമുള്ള പദവിയിലേക്ക് ദൈവം എന്നെ തിരഞ്ഞെടുത്ത് എന്നെ അഭിഷേകം ചെയ്തതാണ്. ഈ ഒരു ഉറപ്പ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം.
ഇനി ഒരു വാക്യം കൂടെ വായിച്ചാൽ ഈ അല്പ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഇരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അതിലെഴുതിയിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. അത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, ഞാൻ ഇങ്ങനെ കർത്താവിൽ എങ്ങനെ വന്ന് ചില സാക്ഷ്യമൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഒരിടത്ത് വന്ന ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി, അങ്ങനെ ഞാൻ അങ്ങ് തിരഞ്ഞെടുത്ത, ഞാൻ കർത്താവിലേക്ക് വരണമെന്ന് തിരഞ്ഞെടുത്തു. സാക്ഷ്യം പറയുമ്പോൾ അങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങ് തീരുമാനിച്ചു. സത്യത്തിൽ തീരുമാനിച്ചൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ്, നമ്മളൊക്കെ തന്നെയാണ് ശരി. പക്ഷേ ആ തീരുമാനിക്കത്തക്കവണ്ണം നിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ആകർഷണത്തെ കൊണ്ടുവന്നത് ദൈവമാണ്. ദൈവം ആ ആകർഷണം തോന്നിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ തീരുമാനത്തിലെത്താൻ കഴിയത്തില്ല. അന്നേരം ദൈവം പറയുകയാണ്, നീ എൻ്റെ പിന്നാലെ വരാൻ തീരുമാനിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും നിൻ്റെ മനസ്സിൽ അത് കൊണ്ടിട്ടത് ഞാനാണ്. അപ്പം നീ അല്ല ആദ്യം യഥാർത്ഥത്തിൽ എന്നെ തിരഞ്ഞെടുത്ത്, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. അത് അവർക്ക് മാത്രമല്ല, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുന്ന A-Z ആൾക്കാരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവം കൊടുക്കുന്ന കൃപയ്ക്കും ദൈവം കൊടുക്കുന്ന വരങ്ങൾക്കും അനുസരിച്ച് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് ഒരിടത്ത് പറയുന്നത്, ഞാൻ എൻ്റെ വരങ്ങളെക്കുറിച്ചും എൻ്റെ വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിളിച്ചിട്ടുണ്ടോ, ഞാൻ ആരെ തിരഞ്ഞെടുത്തോ, ഞാൻ ഏത് പോസ്റ്റ് കൊടുക്കണമെന്നൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടോ, അതുപോലെ ഞാൻ എന്തെല്ലാം കൃപാവരങ്ങൾ ഓരോരുത്തർ കൊടുക്കുന്നുണ്ടോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ലജ്ജിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇനിഷ്യേറ്റീവ് ദൈവമാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ആദ്യം മനസ്സിലാക്കണം, നമ്മളല്ല ദൈവത്തെ തിരഞ്ഞെടുത്ത്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത്. ദൈവത്തിന് നമ്മളെ സ്നേഹമാണ്, നമ്മളോട് ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ സ്വർഗത്തിൽ വേണമെന്നുള്ളതും സ്വർഗരാജ്യത്തിൽ വേണമെന്നുള്ളതും ദൈവിക പദ്ധതിയിൽ വേണമെന്നുള്ളതും ദൈവത്തിൻ്റെ ആഗ്രഹം. ഓക്കെ, ഇത്ര വലിയ മഹാപദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പോയി എന്നിട്ട് വരിക്കുന്നത്, എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുവരിക്കും. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുക. ആക്കി വെച്ചിരിക്കുന്ന ഈസ് അപ്പോയിൻറ്റഡ് ഹിയർ. എന്നാൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുക എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഉദ്ദേശത്തോടു കൂടെ നിങ്ങളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൽ വന്നപ്പോൾ തന്നെ വചനം അനുസരിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ദൈവത്തിൻ്റേതായി കഴിഞ്ഞു. അങ്ങനെ ദൈവം നമുക്കുള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അച്ചാരം തന്നിട്ട് നമ്മളെ ദൈവത്തിൻ്റേതാക്കി, നമ്മളെ ഓൾറെഡി സ്വർഗത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ ആത്മാവും എല്ലാം സ്വർഗീയമായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളതായി കഴിഞ്ഞു. പക്ഷേ ഈ തൽക്കാലത്തേക്ക് നമ്മൾ സ്വർഗീയരായെങ്കിലും, നമുക്ക് നാഷണാലിറ്റി എല്ലാം ആയിക്കഴിഞ്ഞു എങ്കിലും നമ്മളെ തൽക്കാലം നമ്മുടെ ആത്മാവിനെ ശരീരത്തിൽ ഈ ഭൂമിയിൽ താമസിക്കാനാണ് വെച്ചിരിക്കുന്നത്. അന്നേരം പറയുന്നത്, അങ്ങനെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുക, അവിടെയാണ് ആക്കി വെച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്വർഗീയരായി ഇനി നിങ്ങളെ ഭൂമിയിൽ കുറേ നാളേക്ക് ആക്കി വെച്ചിരിക്കുന്നത് ചില പ്രത്യേക ഉദ്ദേശത്തില്ല. ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിലും അവിടെ വരുമ്പോൾ, അവിടുത്തെ കാര്യമ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആത്മാവിലുണ്ട കാര്യങ്ങൾ വ്യത്യസ്തപ്പെടണം. അത് നമ്മൾ നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന ആ സമയത്തിനുള്ളിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അതിന് സഹായിക്കായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമ്മൾ ആ സ്വഭാവങ്ങൾ നമ്മൾ പരിശോധിക്കണം. എല്ലാ കാര്യങ്ങളും ദൈവം നമുക്കൊന്ന് കോളിംഗ് ഉണ്ട്, സെലക്ഷനുണ്ട്, നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ തരും. പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, നമ്മുടെ നാഷണാലിറ്റി എല്ലാം അവിടെ ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, കുറച്ച് സമയം ഇവിടെ ഇരിക്കണം. ഈ ശരീരത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെ ഒന്ന് തയ്യാറാകണം. അത് പലതരത്തിൽ പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് സ്വഭാവ രൂപീകരണമുണ്ട്, നമുക്ക് ധനം സമ്പാദിക്കേണ്ടതായിട്ടുണ്ട്, പിന്നെ സ്വർഗരാജ്യത്തിലേക്ക് വേല ചെയ്യേണ്ടതായിട്ട്, ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യണം. മനസ്സിലായി? അതിനായിട്ട് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്.
ഇവിടെ ഒരു വാക്കുണ്ട്, നിങ്ങൾ പോയി നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും. സാധാരണ ആരും നോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമല്ലത്. അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. ഇംഗ്ലീഷിൽ അതിൻ്റെ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? നിലനിൽക്കേണ്ടതിനെന്നുള്ളതിന് ഫ്രൂട്ട് എബൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഷുഡ് എബൈഡ് എന്ന് പറഞ്ഞാൽ ഫലം നിലനിൽക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഫലം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് സ്വർഗീയ ആത്മീയ ഫലങ്ങൾ നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ ഫോർമലായിട്ട് കാണിക്കാൻ, ആത്മീയ ഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. കാരണം ഗലാത്യ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്, സ്നേഹം, ദയ, പരോപകാരം, ദയ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആത്മീയ ഗുണങ്ങളുണ്ട്, അതായത് ആത്മീയ സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ആത്മാവിൽ കൊണ്ടുവരണം. നമുക്ക് ആ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞ ഫലം ഉണ്ടായാൽ മാത്രം പോരാ, അത് നിലനിൽക്കണം. അതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? അപ്പോൾ അതിനാണ് ദൈവം ഈ സമയം തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഓരോ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രായോഗികമാക്കി റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആത്മീയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ദൈവം തന്നിരിക്കുന്ന അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ ആ ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എടുക്കുമ്പോൾ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി വരും. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമ്മുടെ ആത്മാവിനെ ആ സ്വഭാവത്തോടുകൂടി ദൈവത്തിന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്നിട്ട് അല്ല ഫലം കായ്ക്കേണ്ടത്, ഇവിടെ വെച്ച് ഫലം കായ്ച്ചിട്ട് നമ്മൾ സ്വർഗത്തിൽ അവിടെ എത്തി ദൈവത്തിൻ്റെ കൂടെ സ്വർഗരാജ്യ പദ്ധതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ഇതാണ് ദൈവിക പദ്ധതിയുടെ ഉദ്ദേശം. ഒന്നാമത്, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്ത്, ദൈവമാണ് നമ്മളെ വിളിച്ചത്. ദൈവിക പദ്ധതിയിൽ നമ്മൾ വേണമെന്ന് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. എന്നിട്ടാണ് നമുക്ക് ദൈവത്തിനറിയാം നമ്മൾ പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല അവിടെ എത്തിച്ചേരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തയ്യാറാകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു സഹായിയായിട്ട് പരിശുദ്ധാത്മാവിനെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫലങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് വരേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് വേദപുസ്തകത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ദൈവം തരുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോരോ സന്ദർഭങ്ങളും അതുപോലെ ഈവൻ ഓരോ പരിചയക്കാർ പോലും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഉപദ്രവം ചെയ്യുന്നവരായിരിക്കാം. ഉപദ്രവം ചെയ്യുന്നത് പോലും നമ്മളെ ആ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളാണ് അതൊക്കെ. അപ്പോൾ ഇത് എല്ലാത്തിലും അതാ പറഞ്ഞാൽ കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടത്തില്ല. കാരണം കൂരിൽ താഴ്വര പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്നത് അതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ വേണ്ട ചില പ്രത്യേകതകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കൊണ്ടുവന്നിട്ട് അങ്ങനെ പല ഒന്ന് രണ്ട് പ്രാവശ്യം ആകുമ്പോൾ നിങ്ങൾക്ക് ആ സ്വഭാവം നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും. അപ്പോൾ പിന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാപനത്തിൽ ആ കാര്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു ആത്മീയ സ്വഭാവത്തെ നമ്മുടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് ആ ദൈവം ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ കൂടെ നമുക്കവിടെ പ്രവർത്തിക്കാൻ പറ്റും. ഇതാണ് ദൈവത്തിൻ്റെ. ഇനി എന്നിട്ട് അങ്ങനെ പറഞ്ഞവർക്ക് അങ്ങനെ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് എന്ന് പറയുന്നതാണ് ജെറമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആദ്യം വായിച്ച വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി എന്ന് പറഞ്ഞാൽ ഈ വിളിയിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിത്യതയിലെത്താനും കർത്താവിൻ്റെ കൂടെ നിൽക്കുവാനും അവിടുത്തെ ആ ദൈവ പദ്ധതിയിൽ വെച്ച് ഇതാണ് നമ്മുടെ ശുഭഭാവി. ഇതിനാണ് നമ്മുടെ പരമവിളി എന്ന് പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള ദൈവത്തിൻ്റെ നമ്മുടെ പരമവിളി എന്ന് പറയുന്നത് ഈ വിളി ഇതാണ്. ഈ വിളി അതാണ് പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കണം. അല്ലാതെ ഭൂമിയിൽ എന്തെങ്കിലും ആണ്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ 55-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ വഴികളല്ല, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, അല്ലേ? അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അല്ലേ? നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ചില കാര്യങ്ങളല്ല, നിങ്ങളെ ഏറ്റവും ഉയർന്ന പദവിയിൽ അവിടെ എത്തിക്കാനായിട്ടാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ കൂടെ വിശ്വസ്തയോടെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പിടിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നതനുസരിച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കുന്നതനുസരിച്ച് നിങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവിൽ ആത്മീയ സ്വഭാവങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും, അത് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ വരവ് വരുമ്പോൾ ആ സമയത്ത് നമുക്ക്
ധൈര്യമായിട്ട് കർത്താവിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴിയിൽ, അതായത് ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ സംഭവിക്കണം, ഏതൊക്കെ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ യോസഫിൻ്റെ ജീവിതത്തിൽ കുഴിയുണ്ടായി അല്ലേ, അവരെ വിൽക്കേണ്ടതായിട്ട് വന്നു, പിന്നെ പോത്തിഫറിൻ്റെ വീട്ടിൽ അവിടെ വെച്ച് ജയിലിലായി. ഇതെല്ലാം ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ദൈവം ഒരുക്കിയ വഴികളാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. യോസഫിനെക്കുറിച്ച് ദൈവം നിരൂപിച്ച നിരൂപണങ്ങളാണ് അതൊക്കെ. ജോസഫിനെ വിളിച്ചപ്പോഴേ ദൈവത്തിനറിയാം പിന്നെ ഇങ്ങനെ പോകുമ്പോൾ കുഴിയിലുണ്ട്, അപ്പോൾ അതിനെ ശിക്ഷ ജ്യേഷ്ഠന്മാരെ ഇവനെതിരായിട്ട് കൊണ്ടുവന്ന് അതിനെല്ലാം ദൈവം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവർ ഇട്ടത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യത്തില്ല. ഇതെല്ലാം പിന്നിൽ ദൈവമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് യോസഫിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുള്ള വിളിയിൽ ആ ലക്ഷ്യത്തിൽ നമ്മളെ എത്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കുണ്ടും കുഴിയും അവസ്ഥകളും ചിലപ്പോൾ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് തരുന്നത്, അതിൽ നിങ്ങൾ വിശ്വസ്തരായിട്ട് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിക്ക് പോകുമ്പോൾ യോസഫ് എപ്രകാരം അവസാനം ജയിച്ച് ആ ഉദ്ദേശത്തിൽ എത്തിച്ചേർന്നോ അതുപോലെ നമ്മൾക്കും എത്തിച്ചേരാൻ പറ്റും. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം നമുക്കെല്ലാം തന്നെ അതാണ് റോമൻ ലെറ്ററിലെ 8 പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എല്ലാ സകലതും നന്മയ്ക്കാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഇൻസിഡൻസും എല്ലാം കൂടെ ചേർന്ന് അതെന്തായിട്ട് വരും? നന്മയ്ക്കായിട്ട് അത് സമ്മപ്പ് ചെയ്യും, കൂടി വ്യാപരിക്കും. അവിടെയാണ് ഇതിരിക്കുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ ലാസ്റ്റ് പറയുന്നു യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംശയിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതൊരു മനുഷ്യൻ്റെ അഭിപ്രായം പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പറഞ്ഞതൊന്നുമല്ല, ദൈവം തന്നെ പറയുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ എല്ലാ പദ്ധതികളിലും വിശ്വസിക്കാം. നിങ്ങൾ ബൈ ചാൻസ് വന്നവരൊന്നുമല്ല. ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം നമ്മളെ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പക്ഷേ ഇതിനിടയിൽ ഞാൻ നിർണയിച്ചിരിക്കുന്ന ചില നിരൂപണങ്ങളൊക്കെ ഉണ്ട്. ആ നിരൂപണങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ഒരിക്കലും തിന്മ വരത്തില്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിച്ച് അവസാനം ദൈവിക പദ്ധതിയിൽ നമ്മൾ എത്തിച്ചേരും. ദൈവം നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ തിരുവചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം.